സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചേമ്പ് കൊണ്ട് ഒരു സ്റ്റൂ ഉണ്ടാക്കാം. ഇത് പുട്ടിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല സ്വാദാണ്. ഇത് ചിക്കൻ സ്റ്റൂ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി ചേമ്പ് തോല് കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് ചേമ്പ് ചെറുതായി മുറിച്ച് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളകും മുറിച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയും ചെറുതായി മുറിച്ച് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവോള കൂടി മുറിച്ചിടാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചാലും മതി. കുറച്ച് പശുവിൻ നെയ്യെടുത്ത് 5-8 ഗ്രാമ്പൂവും 4 ഏലക്കായയും 2-3 തോല് കറുവപ്പട്ടയും കൂടി വറുത്ത് ചേമ്പ് വെന്താൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്തിടുന്നത് കൊണ്ട് ചേമ്പ് വെന്ത ശേഷം ഇട്ടാൽ മതി. വറുക്കാതെയാണ് ഇടുന്നതെങ്കിൽ ആദ്യമേ ഇടണം. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഈ 3 കൂട്ടുകളും ഇട്ട് കൊടുക്കാം. ഇത് 3ഉം ഒന്നിച്ചിട്ട് വറുത്തെടുത്താൽ മതി. വറുക്കുമ്പോൾ ഒന്നും കരിയരുത്. ഇനി ഇത് വെന്ത ചേമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ 2ാം പാൽ കുറച്ച് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 3/4 ടീസ്പൂണാണ് ഇട്ടത്. ഈ കറി ശരിക്കും ചിക്കൻ കറിയുടെ സ്വാദുണ്ടായിരുന്നു. ഇനി ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. തേങ്ങയുടെ 2ാം പാൽ 1 കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം.
ഉപ്പ് നോക്കി വേണമെങ്കിൽ ഇടാവുന്നതാണ്. ചേമ്പായതുകൊണ്ട് പൊട്ടറ്റോവിനേക്കാൾ നല്ലതാണ്. പൊട്ടറ്റോ ചിലർക്ക് അത്ര പിടിക്കില്ല. ചിലർക്ക് കഴിച്ചാൽ ഗ്യാസ് വരാറുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കറി എത്ര അഴിഞ്ഞ രൂപത്തിൽ വേണമോ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ചേമ്പായതുകൊണ്ട് ഗ്യാസ് ഒന്നും വരില്ല. ചേമ്പ് സ്റ്റൂവും കഴിക്കാൻ നല്ല സ്വാദ് തന്നെയാണ്. തേങ്ങാപ്പാൽ കൈവശമുണ്ടെങ്കിൽ ഇത് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് കൂടി രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങളും മറക്കാതെ ഇങ്ങനെ ഒരു സ്റ്റൂ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.